ഈ കുഞ്ഞിന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ചേട്ടനുമായിട്ട് അടുത്ത് നിന്നൊരു പാട്ട് പാടണമെന്ന്. എന്റെ ജീവിതത്തിൽ ഒരു വലിയ അതിശയമാണ്. കാരണം ഈ പ്രോഗ്രാമിന് വേണ്ടി അച്ഛനും മകളും കൂടെ സ്വന്തമായിട്ട് ടിക്കറ്റ് എടുത്ത് വെഞ്ഞാറമൂട്ടിൽ നിന്ന് വെഞ്ഞാറമൂട് അസോസിയേഷന്റെ നിങ്ങളുടെ വെണ്മയുടെ പ്രോഗ്രാമിന് വന്ന് എന്റെ കൂടെ നിന്ന് പാടണം. സോളോ ആണ്. ഏത് പാട്ടാ പാടുന്നത്? രാമകഥ. ചെറിയൊരു പാട്ടാണ്, രാമകഥ. അത് പാടാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പാട്ടാണ്. അത് ഞാൻ അടുത്ത് നിൽക്കണം, പാടണം എന്നുള്ളൊരാഗ്രഹമാണ്. തീർച്ചയായിട്ടും മോള് പാടൂ, ധൈര്യമായിട്ട് പാടൂ. എല്ലാം ടെൻഷൻ എന്നൊരു കാര്യമേ വേണ്ട ജീവിതത്തിൽ. ഇവിടെ ഇരിക്കുന്ന എല്ലാം നമ്മുടെ വീട്ടുകാരാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നതെന്ന് ആലോചിച്ചുകൊണ്ട് മതി. വെഞ്ഞാറമൂട്ടിലെ സഹൃദയരായിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് ഇവിടെ ഇരിക്കുന്നത്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. സവാഷ്. രാമകഥാഗാനലയം മംഗളമിൻ തമ്പുരുവിൽ പകരുക സാഗരമേ, ശ്രുതിലയ സാഗരമേ, സാകേതം പാടുകയാ ഹേ രാമാ. കാതരയാ ശാരികയാ സാകേതം പാടുകയാ വീണ്ടും. രാമകഥാഗാനലയം മംഗളമിൻ തമ്പുരുവിൽ പകരുക സാഗരമേ, ശ്രുതിലേ സാഗരമേ. പകരുക സാഗരമേ, ശ്രുതിലേ സാഗരമേ.
സോദര പാതുക പൂജയിൽ ആത്മപദ പ്രണവം വിടർന്നുലഞ്ഞുലഞ്ഞ സരയുവിൽ മന്ത്രമൃംഗ തരംഗ സുത ശരവേഗ തീവ്രതാരവേഗി മാരുതിയാ ജലഗന്ധ സൂനധൂപ ദീപകളയായി മന്ത്രയന്ത്ര തന്ത്ര കളിതമുണര സാമഗാന ലഹരിയോടെ രാമ ശ്രീരാമ രാമ രാമ നല്ല ഗംഭീരമായിട്ട് പാടി. മുകേഷിന് ഇത് കേട്ടപ്പോൾ തന്നെ ഇങ്ങോട്ട് വരണമെന്നൊരു ആഗ്രഹം പ്രകടിപ്പിച്ചു. ശരിക്കും പറഞ്ഞാൽ നമ്മളെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് ഈ കൊച്ചു ഗായിക. കാരണം അതിന്റെ എൻട്രി തൊട്ട് നമ്മളെ ഇതെങ്ങനെ ശരിയാകും എന്ന് തോന്നുന്നത്. ആ പാട്ട് ഈ പാട്ടാണെന്ന് അറിഞ്ഞപ്പോ തന്നെ ഈ ഒരു ശരീരം വെച്ച് ആ ശരീരത്തിലോട്ട് കയറാൻ പറ്റുമോ? അപ്പൊ അതാണ് അതിന്റെ ഒരു ഇത് കലാപരമായി പാടുക. ഇതൊക്കെ ഒരു പെർഫോമിംഗ് ആർട്ടാണ്. വെറും പാട്ട് മാത്രം നമ്മൾ കേൾക്കുന്നതല്ല. നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടും ആ കഥയിൽ ഉടനീളം ട്വിസ്റ്റുകൾ വരുത്തിക്കൊണ്ടുമൊക്കെ അവസാനം നമ്മൾ പ്ലാൻ ചെയ്ത അവസാനത്തെ ആ സ്വരങ്ങളിൽ എന്ന് വരട്ടെ നോക്കട്ടെ എന്നുള്ളത് അതും അനായാസമായി. കാര്യം ഇതിലൊന്നുമല്ല കാര്യം, ആ ദൈവാനുഗ്രഹത്തിലാണ് കാര്യം എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. എന്തായാലും ഇത് വലിയൊരു വേദിയാണ് മോൾക്ക് കിട്ടിയിരിക്കുന്നത്. അത് ശ്രീകുട്ടന്റെ അടുത്ത് നിന്ന് പാടുക എന്നുള്ളത് വളരെ അർത്ഥവത്താക്കിയിരിക്കുകയാണ്. ആ ഒരു ധൈര്യം അങ്ങോട്ട് പകർന്നു കൊടുത്തത് വളരെ ശരിക്കും ഒരു അസുലഭ മുഹൂർത്തമാണ്. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ള ഒരു സ്ക്രിപ്റ്റ് അങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് ഒരു നല്ല അനുഭവമായിരുന്നു ഇത്. വെഞ്ഞാറമൂടിന്റെ മറ്റൊരു സംഭാവനയാണ്. വേറൊരു സംഭാവന ഇവിടെ നിൽപ്പുണ്ട്. ഇതുപോലൊന്നും ആവരുത്, നന്നായി വരണം. ഒന്നുമില്ല. താങ്ക് യു മുകേഷ്. താങ്ക് യു സുരാജ്.